அஜு நாங்கள் உங்கள் மேட்ச் பார்க்குறோம், நீங்கள் சூப்பராக பண்ணிட்டீங்க, ஃப்ரீயாக இருக்கும்போது ஒரு நாள் வீட்டில் வாங்க, ஓക്കെ താങ്ക് യു சொல்லிட்டேன். ഞാൻ ഇപ്പോഴും ഫ്രീ ആണ്, നാളെ ഫ്രീ. ഞാൻ 5ാം വയസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. എനിക്ക് രജനീകാന്ത് സാറിൻ്റെ വീട്ടിൽ പോകണം. 5ാം വയസ്സിൽ ആഗ്രഹിച്ചെന്ന് എൻ്റെ അമ്മയും അച്ഛനും പറയുന്നുണ്ട്. അന്ന് നമ്മുടെ പടയപ്പ ഭാഷ ചിലപ്പോൾ ആ സിനിമയൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ ഞാൻ ടീഷർട്ടൊക്കെ ഇങ്ങനെ സ്റ്റൈലിലൊക്കെ നടന്ന് വീട്ടിലൊക്കെ ചാടിയൊക്കെ ഇരുന്ന് പറയും, ഇങ്ങനെ ഡയലോഗൊക്കെ പറയും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഡൽഹി ആയിരുന്നല്ലോ, അപ്പോൾ ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രം എത്തണമെങ്കിൽ ഞങ്ങൾ ചെന്നൈയിൽ ഇറങ്ങിയിട്ട് ചെന്നൈയിൽ നിന്ന് ബൈ റോഡാണ് ട്രിവാൻഡ്രം വരുന്നത്. അപ്പം ഞാൻ ഭയങ്കര ചെറുപ്പമായിരുന്നതാണ്. അമ്മയും അച്ഛനും പറയുന്ന കഥയാണ്, പക്ഷെ എനിക്ക് ചെറിയ ഓർമ്മ ഉണ്ട്. ഞങ്ങളിങ്ങനെ ബൈ റോഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഇത് ഏത് സ്ഥലം? മോനെ ഇത് ചെന്നൈ. എനിക്ക് രജനീകാന്ത് സാറിൻ്റെ വീട്ടിൽ ഇപ്പോൾ പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം കാണിച്ച. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ എന്നെ ഇപ്പോൾ പോയാൽ അവിടെ കയറ്റത്തൊന്നുമില്ല, നീ വലുതാകുമ്പോൾ ഒരു ദിവസം ഒറ്റയ്ക്ക് പൊക്കോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ ഒരു ദിവസം പോവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം ആഗ്രഹം ഇങ്ങനെ വെച്ച് പിന്നെ കുറച്ച് കളിച്ച് ഇന്ത്യയിൽ കളിച്ചപ്പോൾ എനിക്ക് തോന്നി ഇനി പോവാന്നൊക്കെ പറഞ്ഞ് ചെന്നൈയിൽ കുറേ മാച്ച് ഉണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവർത്തൊക്കെ പറയും, മൂവി ഫ്രണ്ട്സൊക്കെ തന്നെ ഉണ്ട്, അവർക്ക് പറയും രജനി സാർ ഫ്രീ ആണോ, എനിക്ക് കാണണം എന്ന് പറയേണ്ടി പറയും. അപ്പോൾ അവർ എല്ലാം നമുക്ക് ആ മീറ്റിംഗ് അറേഞ്ചായി, നാളെ ചെന്നൈ വന്നോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പലതും നടക്കാതെ പോകും. എൻ്റെ അമ്മ അവസാനം ഞാൻ പറഞ്ഞു, എനിക്ക് കാണണ്ട, എനിക്ക് ഈ കളിക്ക് ഞാൻ ഇത്രയും പാടുപെട്ടിട്ട് നടക്കുന്നില്ല, എനിക്ക് ശരി വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് ടീം, ഞാൻ ക്യാപ്റ്റൻ ചെയ്ത ടീം IPL ഫൈനലെത്തിയത്. ഫൈനൽ നാളെയാണ്. ഫൈനലിൻ്റെ തലേ ദിവസം നമ്മുടെ മാനേജർ, നമ്മുടെ ആളുണ്ടല്ലോ, ഇക്ലാസ് നാഹ് എന്നാണ് കേട്ടോ എൻ്റെ മാനേജറിന്റെ പേര്. ആ പേര് എനിക്ക് ഇടയ്ക്ക് ആവശ്യമുണ്ട്. പേരെന്ന് പറയോ? ഇക്ലാസ് നാഹ. ഇക്ലാസിനോട് 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പൊ തന്നെ ചോദിക്കുക ഇക്ലാസ്, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇക്ലാസ് പെട്ടെന്ന് ഫോൺ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ ഫോൺ പറഞ്ഞ ആര്? രജനി സാർ വിളിക്കണമെന്ന്. ഞാൻ ഒന്ന് പോടേ, ഞാൻ പറഞ്ഞേ ആണാ, രജനി സാർ ഫോണിൽ ഇരിക്കണം. இப்போ ரஜினிகாந்த் சார் ஃபோனில், அஜு நாங்கள் உங்கள் மேட்ச் பார்க்குறோம், நீங்கள் சூப்பராக பண்ணிட்டீங்க, ஃபைனல் வரைக்கும் ராஜஸ்தான் ராயல்ஸ் டீம் வந்துட்டீங்க, சூப்பராக பண்ணுறீங்க, ரொம்ப ഇഷ്ടം അങ്ങനെയല്ല சொல்லிட்டு അവരുടെ മക്കളെല്ലാവരും രാജസ്ഥാൻ റോയൽസിൻ്റെ ഫാൻസ് ആയിരുന്നു. ധനുഷിൻ്റെ മക്കളെല്ലാവരും. അപ്പോൾ ഇവർ ഭയങ്കര ക്രിക്കറ്റ്, ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, മക്കളെ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് എൻ്റെ കളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് ഫോൺ വിളിച്ച് അങ്ങ് പറഞ്ഞു. ഞാൻ ഒന്നും പറയാൻ പറ്റണ്ടേ സാർ? ആമാ സാർ ഫ്രീயாக இருக்கும்போது ஒரு நாள் வீட்டில் வாங்க, ஓகே താങ്ക് യു சொல்லிட்டேன். ഞാൻ ഇപ്പോഴും ഫ്രീ ആണ്, നാളെ ഫ്രീ. അപ്പോൾ അങ്ങനെയാണ് ആ സംഭവം നടന്നത്. അപ്പോൾ അത് അവിടെ ഫൈനൽ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മാസങ്ങളായപ്പോൾ അവരുടെ മാനേജർ കണക്ട് ചെയ്ത്, പുള്ളി നാളെ വൈകിട്ട് 4 മണിക്ക് ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞു. ഞാനും മാനേജറും പറഞ്ഞ് നേരെ ചെന്നൈ പോയി കണ്ട് തിരിച്ച് അടുത്ത ഫ്ലൈറ്റ് തിരിച്ചു വന്നു. കാണുന്ന സമയത്ത് പുള്ളി അതൊക്കെ തന്നെ സിനിമയെ കാണുന്ന ഒരു വൈബൊക്കെ തന്നെ, നടത്തമൊക്കെ ഭയങ്കര സ്പീഡിലൊക്കെ നടന്നു വന്നു, മറ്റേ നല്ല ചിരിയും മറ്റേ ചിരി ഇതൊക്കെ ഉണ്ടല്ലോ പുള്ളിയുടെ, സെയിം അതേപോലത്തെ ഒരു ഫീൽ ആയിരുന്നു. ഒരു എനർജി ഇവരെല്ലാവരും ക്യാരി ചെയ്യുമല്ലോ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കുറച്ച് ഒരു MS ധോണിയൊക്കെ എങ്ങനെയാണ് അടുത്തൊക്കെ പോകുമ്പോൾ ഒരു വൈബ് കാണും. അതേപോലെ ഒരു വൈബ് ഉണ്ടായിരുന്നു രജനി സാറിനെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞു. 5ാം ക്ലാസ് മുതലുള്ള കഥ ഞാൻ ഫുള്ള് കഥയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ നമ്മള് ആകെ കിട്ടുന്ന 15-20 മിനിറ്റ് ആയിരിക്കും. അപ്പൊ പുള്ളി ഇങ്ങനെ ഇരിക്കുക, ഞാൻ എൻ്റെ അടുത്ത് എന്ത് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് കുറച്ച് പറയാനുണ്ട്. പിന്നെ ഈ കഥ അങ്ങ് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, ഇതൊരു ചെറിയൊരു മീറ്റിംഗ് മാത്രമല്ല, ഇത് 20 വർഷം മുമ്പ് നടന്നൊരു സ്വപ്നം ഇന്നിവിടെ റിയാലിറ്റി ആവുകയാണെന്നൊക്കെ പറഞ്ഞ് ഈ ഫുള്ള് കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പടിയാ എന്നൊക്കെ പറഞ്ഞു പുള്ളി ചിരി. അപ്പോൾ പുള്ളിയുടെ വൈഫൊക്കെ വരുമ്പോൾ പുള്ളി വൈഫിന് പറഞ്ഞു കൊടുക്കുന്നത്, തെരിയുമാ സഞ്ജു ചിന്ന വയസ്സിൽ ഇത് അപ്പ കിട്ട சொன்ன அப்பா சொன்னாரு നീ തനിയെ ഒരു നാളിൽ പോയി പാത്താ പോതും, അത് എനിക്ക് നടക്കുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി എനിക്കാണെങ്കിൽ അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി.